ഹായ് ഫ്രണ്ട്സ്, സ്റ്റഡി വിത്ത് മീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് റോമൻ സംസ്കാരത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റോമൻ സംസ്കാരത്തെക്കുറിച്ച് നോക്കിയിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ ബാക്കി ഭാഗമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ബഹുദൈവാരാധന സമ്പ്രദായമാണ് റോമിൽ നിലനിന്നിരുന്നത്. വീടിൻ്റെ കാവലാൾ എന്ന നിലയിൽ ഓരോ കുടുംബവും ആരാധിച്ചിരുന്ന ദേവത വെസ്ത എന്നാണ് അറിയപ്പെടുന്നത്. മഴയുടെ അധിപനായ റോമൻ ദൈവമായിരുന്നു ജൂപ്പിറ്റർ. യുദ്ധവിജയത്തിനായി റോമക്കാർ ആരാധിച്ചിരുന്നത് മാഴ്സ് എന്ന ദേവനെയാണ്. സ്ത്രീകളുടെ സംരക്ഷണ ചുമതലയുള്ള റോമൻ ദൈവമാണ് ജൂണോ. ദൈവദൂതനായി കണ്ട് റോമാക്കാർ ആരാധിച്ചിരുന്ന ദൈവം മെർക്കുറി. ഓർമ്മശക്തിയുടെയും ബുദ്ധിശക്തിയുടെയും ദേവത മിനർവ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സ്നേഹത്തിൻ്റെ ദേവത വീനസ്. ധനത്തിൻ്റെ ദേവത ഓക്സ. സൂര്യദേവനായി കണ്ട് ആരാധിച്ചിരുന്ന ദേവൻ അപ്പോളോ. കടൽ ദൈവമായി കണ്ട് ആരാധിച്ചിരുന്നത് നെപ്റ്റ്യൂൺ. മീനിൻ്റെ ദൈവം ബാക്കസ്. പ്രേമത്തിൻ്റെ ദൈവം കുപ്പിഡ്. അപ്പോൾ റോമിൽ ബഹുദൈവ ആരാധന സമ്പ്രദായമാണ് നിലനിന്നിരുന്നത്. വെസ്ത എന്ന് പറയുന്നത് വീടിൻ്റെ കാവലാൾ എന്ന നിലയിലാണ് റോമൻ ജനത പ്രാർത്ഥിച്ചിരുന്നത്. ജൂപ്പിറ്റർ മഴ, ആകാശം എന്നിവയുടെ ദൈവമാണ്. മാഴ്സ് യുദ്ധവിജയത്തിൻ്റെ ദൈവം. ജൂണോ സ്ത്രീ സംരക്ഷണത്തിനുള്ള ദൈവം. മെർക്കുറി ദൈവദൂതനായി കണ്ട് ആരാധിച്ചിരുന്നു. മിനർവ ഓർമ്മയുടെയും ബുദ്ധിശക്തിയുടെയും ദൈവം. വീനസ് സ്നേഹത്തിൻ്റെ ദേവത. ഓക്സ ധനത്തിൻ്റെ ദേവത. അപ്പോളോ സൂര്യദേവൻ. നെപ്റ്റ്യൂൺ കടൽ ദേവത. ബാക്കസ് വീനിൻ്റെ ദൈവം. കുപ്പിഡ് പ്രേമത്തിൻ്റെ. ഡയാന എന്ന് പറയുന്നത് ഫലഭൂഷ്ഠതയുടെ ദൈവം. ഇതാണ് അവരുടെ ആരാധനാമൂർത്തികൾ. ഈ കാലഘട്ടത്തിൽ റോമിൽ ജീവിച്ചിരുന്ന കവികളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. BC 30 മുതൽ AD 96 വരെയുള്ള കാലഘട്ടത്തിൽ വെർജിൻ, ഹോറസ് എന്നീ വിശ്വമഹാകവികൾ ജീവിച്ചിരുന്നു. വെർജിൻ്റെ പ്രശസ്തമായ കൃതിയാണ് ഏനീഡ്. റോമിൽ ജീവിച്ചിരുന്ന മറ്റൊരു കവിയാണ് പ്ലൂട്ടാർക്ക്. പ്ലൂട്ടാർക്കിൻ്റെ കൃതിയാണ് പാരലൽ ലൈഫ്. അപ്പോൾ BC 30 മുതൽ AD 96 വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വിശ്വമഹാകവിയാണ് വെർജിനും ഹോറസും. വെർജിൻ്റെ പ്രശസ്തമായ കൃതിയാണ് ഏനിഡ്. റോമിൽ ജീവിച്ചിരുന്ന മറ്റൊരു കവിയാണ് പ്ലൂട്ടാർക്ക്. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് പാരലൽ ലൈഫ്. റോമിൽ ജീവിച്ചിരുന്ന മറ്റൊരു കവിയാണ് ലൂക്രീഷ്യസ്. ലൂക്രീഷ്യസിൻ്റെ പ്രധാന കൃതിയാണ് ഓൺ ദി നേച്ചർ ഓഫ് തിങ്സ്. ലൂക്രീഷ്യസ് എപ്പിക്യൂറിയൻസ് തത്വചിന്തകനാണ്. ഓവിഡ്, ലിവി എന്നിവർ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവിയാണ്. AD 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രസിദ്ധനായ ഗദ്യ സാഹിത്യകാരനാണ് പ്ലിനി. പ്ലിനിയുടെ മഹത്തായ കൃതിയാണ് ഹിസ്റ്റോറിയ നാച്ചുറാലിസ്. അപ്പോൾ ഓൺ ദി നേച്ചർ ഓഫ് തിങ്സ് എന്ന് പറയുന്നത് ലൂക്രീഷ്യസ് എന്ന് പറയുന്ന കവിയുടെ പ്രശസ്തമായ കൃതിയാണ്. ഇദ്ദേഹം എപ്പിക്യൂറിയൻസ് തത്വചിന്തകനാണ്. പിന്നെ ഓവിഡ്, ലിവി എന്നിവർ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവിയാണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് റോമിൽ നിലനിന്നിരുന്ന കലയും വാസ്തുവിദ്യയും കുറിച്ചാണ്. കോൺക്രീറ്റ് കണ്ടുപിടിച്ചതും കല്ലും ഇഷ്ടികയും തമ്മിൽ യോജിപ്പിക്കുന്ന വിദ്യ കണ്ടെത്തിയതും റോമാക്കാരാണ്. കമാനങ്ങൾ, കുംഭഗോപുരങ്ങൾ എന്നിവ നിർമ്മിച്ചതും റോമാക്കാരാണ്. ബിംബങ്ങൾ, ചുമർ ചിത്രം എന്നിവ കൊണ്ട് വീട് അലങ്കരിച്ചിരുന്നു. നഗരത്തിലെ ജലവിതരണ സംവിധാനം ആദ്യമായി അവതരിപ്പിച്ചതും റോമാക്കാരാണ്. അപ്പോൾ കോൺക്രീറ്റും കല്ലും ഇഷ്ടികയും തമ്മിൽ യോജിപ്പിക്കുന്ന വിദ്യയും കണ്ടുപിടിച്ചത് റോമാക്കാരാണ്. കൂടാതെ കമാനങ്ങൾ, കുംഭഗോപുരങ്ങൾ എന്നിവയും റോമാക്കാരുടെ സംഭാവനയാണ്. അവർ വീടുകൾ ബിംബങ്ങളും ചുമർ ചിത്രങ്ങളും കൊണ്ട് അലങ്കരിച്ചിരുന്നു. കൂടാതെ നഗരങ്ങളിലെ ജലവിതരണ സംവിധാനം തുടങ്ങിയതും റോമാക്കാരാണ്. റോമിലെ യോദ്ധാക്കളുടെ അഭ്യാസ പ്രകടനങ്ങൾക്കായി റോമിൽ പണിത വേദിയാണ് കൊളോസിയം എന്നറിയപ്പെടുന്നത്. ഇനി റോമിൽ നിലനിന്നിരുന്ന ശാസ്ത്ര പുരോഗതിയെക്കുറിച്ചും കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചുമാണ് അടുത്ത് നോക്കുന്നത്. ശസ്ത്രക്രിയയെക്കുറിച്ച് ഗ്രന്ഥമെഴുതിയ ആളാണ് സൾസ്നസ്. വൈദ്യശാസ്ത്ര രംഗത്ത് വിശ്വവിജ്ഞാന കോശത്തിന് രൂപം നൽകിയത് ഗാലനാണ്. റൂഫസ്, ടോളമി, ക്ലോഡിയസ്, ഹീറോ എന്നീ ശാസ്ത്രജ്ഞർ റോമൻ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ്. അപ്പോൾ
ശസ്ത്രക്രിയയെക്കുറിച്ച് ആദ്യമായി ഗ്രന്ഥം എഴുതിയത് സൾസ്നസ് ആണ്. ഇദ്ദേഹം റോമാക്കാരനാണ്. കൂടാതെ വൈദ്യശാസ്ത്ര രംഗത്ത് വിശ്വവിജ്ഞാന കോശത്തിന് രൂപം നൽകിയതും ഗാലനാണ്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മറ്റ് ശാസ്ത്രജ്ഞനാണ് റൂഫസ്, ടോളമി, ക്ലോഡിയസ്, ഹീറോ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് റോം ഭരിച്ചിരുന്ന പ്രശസ്തനായ ഭരണാധികാരികളെ കുറിച്ചാണ്. BC 60 റോമൻ സൈന്യം റിപ്പബ്ലിക്കിൻ്റെ ഭരണകർത്താക്കളായി മാറി. AD 36 മുതൽ 334 വരെ രാജ്യം ഭരിച്ച കോൺസ്റ്റാന്റിൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് മാറ്റിസ്ഥാപിച്ചു. ക്രിസ്തുമതം സ്വീകരിച്ച ആദ്യ റോമൻ ചക്രവർത്തിയാണ് കോൺസ്റ്റാന്റൈൻ. അപ്പോൾ BC 60 ആയതോടെ റോമൻ സൈന്യം റിപ്പബ്ലിക്കിൻ്റെ ഭരണകർത്താക്കളായി മാറി. AD 36 മുതൽ 334 വരെ രാജ്യം ഭരിച്ച കോൺസ്റ്റാന്റിൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് മാറ്റിസ്ഥാപിച്ചു. അപ്പോൾ കോൺസ്റ്റാന്റിനാണ് സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് മാറ്റിസ്ഥാപിച്ചത്. ക്രിസ്തുമതം സ്വീകരിച്ച ആദ്യ റോമൻ ചക്രവർത്തി ആരാണ്? കോൺസ്റ്റാന്റൈൻ ആണ്. ബൈസാന്റിയൻ സാമ്രാജ്യ സ്ഥാപകനാണ് കോൺസ്റ്റാന്റൈൻ. ബൈസാന്റിയൻ സാമ്രാജ്യത്തിൻ്റെ മറ്റൊരു പേരാണ് പൗരസ്ത്യ റോമാ സാമ്രാജ്യം. പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തെയാണ് ബൈസാന്റിയൻ സാമ്രാജ്യം എന്നും അറിയപ്പെടുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. മുൻപ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈസാന്റിയം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അതിനാലാണ് പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തെ ബൈസാന്റിയൻ സാമ്രാജ്യമെന്ന് അറിയപ്പെടുന്നത്. ബൈസാന്റിയൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിളാണ്. ബൈസാന്റിയൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായി കോൺസ്റ്റാന്റിനോപ്പിളിനെ മാറ്റിയ ഭരണാധികാരിയാണ് കോൺസ്റ്റാന്റൈൻ. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന ഭരണാധികാരിയാണ് ജൂലിയസ് സീസർ. ജൂലിയസ് സീസർ റോമൻ രാഷ്ട്രതന്ത്രജ്ഞനും ഭരണകർത്താവുമായിരുന്നു. റോമൻ റിപ്പബ്ലിക്കിനെ ഒരു സാമ്രാജ്യമാക്കുന്നതിൽ ഇദ്ദേഹം മുഖ്യ പങ്ക് വഹിച്ചു. ലോകം കണ്ട ഏറ്റവും മികച്ച യുദ്ധതന്ത്രജ്ഞരിൽ ഒരാളായിരുന്നു സീസർ. റോമാ സാമ്രാജ്യത്തിൻ്റെ സ്വാധീനം യൂറോപ്പിലാകമാനം എത്തിയത് ഇദ്ദേഹത്തിൻ്റെ കാലത്തായിരുന്നു. BC 47 ഇപ്പോഴത്തെ തുർക്കിക്ക് വടക്കു പടിഞ്ഞാറുള്ള പോണ്ടസ് പ്രദേശത്തെ രാജാവായിരുന്ന ഫെർണാണ്ടസ് രണ്ടാമൻ്റെ സേനയെ സീസർ പരാജയപ്പെടുത്തി. ഈ വിജയം റോമൻ സെനറ്റിനെ അറിയിച്ച ചുരുങ്ങിയ വാക്കാണ് വിനി, വിഡി, വിസി. ഐ കെയിം, ഐ സോ, ഐ കോൺകേർഡ്. വന്നു, കണ്ടു, കീഴടക്കി. ജൂലിയസ് സീസർ ആരംഭിച്ച കലണ്ടർ ജൂലിയൻ കലണ്ടർ BC 45 ആരുടെ ബഹുമാനാർത്ഥമാണ് ഗ്രിഗേറിയൻ കലണ്ടറിലെ 7-ാം മാസത്തിന് ജൂലൈ എന്ന നാമകരണം ചെയ്തത്? ജൂലിയസ് സീസർ. ആദ്യ ത്രയാംഗ ഭരണ സംവിധാനം അറിയപ്പെടുന്നത് ട്രയംവറേറ്റ് എന്നാണ്. നമ്മളിപ്പോൾ നോക്കിയത് ജൂലിയസ് സീസറെ കുറിച്ചാണ്. ഇദ്ദേഹം റോമൻ രാഷ്ട്രതന്ത്രജ്ഞനും ഭരണകർത്താവുമായിരുന്നു. റോമൻ റിപ്പബ്ലിക്കിനെ ഒരു സാമ്രാജ്യമാക്കുന്നതിന് ഇദ്ദേഹം മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ്. ലോകം കണ്ട ഏറ്റവും മികച്ച യുദ്ധതന്ത്രജ്ഞരിൽ ഒരാളായിരുന്നു സീസർ. റോമാ സാമ്രാജ്യത്തിൻ്റെ സ്വാധീനം യൂറോപ്പിലാകമാനം എത്തിയത് സീസറിൻ്റെ കാലത്തായിരുന്നു. BC 47 അതായത് ഇപ്പോഴത്തെ തുർക്കിക്ക് വടക്കു പടിഞ്ഞാറുള്ള പോണ്ടസ് പ്രദേശത്തെ രാജാവായിരുന്ന ഫെർണാണ്ടസ് രണ്ടാമൻ്റെ സേനയെ സീസർ പരാജയപ്പെടുത്തിയിരുന്നു. ഈ വിജയം റോമൻ സെനറ്റിനെ ഇദ്ദേഹം അറിയിച്ച ചുരുങ്ങിയ വാക്കാണ് വിനി, വിഡി, വിസി. ഐ കെയിം, ഐ സോ, ഐ കോൺകേർഡ്. വന്നു, കണ്ടു, കീഴടക്കി. അപ്പം വന്നു, കണ്ടു, കീഴടക്കി എന്ന് പറഞ്ഞതാരാണ്? ജൂലിയസ് സീസറാണ്. ആദ്യ ത്രയാംഗ ഭരണ സംവിധാനം അറിയപ്പെട്ടിരുന്നത് ട്രയംവറേറ്റ് എന്നാണ്. ആദ്യ ത്രയാംഗ ഭരണ സംവിധാനത്തിലെ അംഗങ്ങളാണ് ജൂലിയസ് സീസർ, ക്രാറ്റസ്, പോംപെ എന്നിവർ. റോമിലെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ കാലഘട്ടമാണ്? അഗസ്റ്റസ് സീസറുടെ കാലഘട്ടത്തെയാണ്. ജൂലിയസ് സീസർ വധിക്കപ്പെട്ടത് BC 44 മാർച്ച് 16 BC 44 റൂബിക്കൻ നദി കടന്നാണ് സീസർ റോമിലെത്തുന്നത്. ജൂലിയസ് സീസറെ വധിച്ച സുഹൃത്തുക്കളാണ് കാഷ്യസ് ബ്രൂട്ടസ്. ജൂലിയസ് സീസർ എന്ന പ്രസിദ്ധ നാടകത്തിൻ്റെ രചയിതാവ് ഷേക്സ്പിയറാണ്.
BC 100 മുതൽ BC 44 വരെയായിരുന്നു സീസറിൻ്റെ ജീവിതം എന്ന് കരുതപ്പെടുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് പ്രശസ്തമായ റോമൻ ചക്രവർത്തിയായ ജൂലിയസ് സീസറെ കുറിച്ചാണ്. റോമിലെ ആദ്യ ത്രയാംഗ ഭരണ സംവിധാനം അറിയപ്പെട്ടിരുന്നത് ട്രയംവറൈറ്റ് എന്നാണ്. ആദ്യ ത്രയാംഗ ഭരണ സംവിധാനത്തിലെ അംഗങ്ങൾ ജൂലിയസ് സീസർ, ക്രാറ്റസ്, പോംപെ എന്നിവരായിരുന്നു. ജൂലിയസ് സീസർ വധിക്കപ്പെട്ട വർഷം BC 44 മാർച്ച് 16 ഇദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥം ഗ്രിഗേറിയൻ കലണ്ടറിലെ 7-ാം മാസത്തിന് ജൂലൈ എന്ന് നാമകരണം ചെയ്തു. ജൂലിയസ് സീസർ ആരംഭിച്ച കലണ്ടറാണ് ജൂലിയൻ കലണ്ടർ. ഇത് BC 45 BC 100 മുതൽ BC 44 വരെയായിരുന്നു സീസറിൻ്റെ ജീവിത കാലഘട്ടമെന്ന് കരുതപ്പെടുന്നത്. ജൂലിയസ് സീസർ എന്ന പ്രസിദ്ധ നാടകത്തിൻ്റെ രചയിതാവ് ഷേക്സ്പിയർ ആണ്. ജൂലിയസ് സീസറിനെ വധിച്ച സുഹൃത്തുക്കൾ കാഷ്യസ്, ബ്രൂട്ടസ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റോമിലെ തന്നെ പ്രശസ്തനായ മറ്റൊരു ചക്രവർത്തിയെക്കുറിച്ചാണ്. റോമിലെ ആദ്യ ചക്രവർത്തി ഒക്ടോവിയസ് ആണ്. ഇദ്ദേഹം ജൂലിയസ് സീസറുടെ അനന്തരവൻ ആണ്. അപ്പോൾ റോമിലെ ആദ്യ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ആരാണ്? ഒക്ടോവിയസ് ആണ്. ഇദ്ദേഹം ജൂലിയസ് സീസറുടെ അനന്തരവൻ ആണ്. അഗസ്റ്റസ് എന്നറിയപ്പെടുന്ന ചക്രവർത്തി ഒക്ടോവിയസ് ആണ്. ഒക്ടോവിയസ് സീസറിൻ്റെ ഭരണകാലം BC 27 മുതൽ AD 14 വരെയാണ്. ഇംപരേറ്റർ എന്നറിയപ്പെടുന്ന ഭരണാധികാരി അഗസ്റ്റസ് സീസർ ആണ്. രണ്ടാമത്തെ ത്രയാംഗ മന്ത്രിസഭയിലെ അംഗങ്ങളാണ് അഗസ്റ്റസ് സീസർ, ആന്റണി, ലെപ്പിഡസ്. റോമൻ സമാധാനം അല്ലെങ്കിൽ പാക്സ് റൊമാന നിലവിൽ വന്നത് ഒക്ടോവിയൻ സീസറുടെ ഭരണകാലഘട്ടത്തിലാണ്. രാജകൊട്ടാരം നിർമ്മിച്ച റോമൻ ചക്രവർത്തിയാണ് അഗസ്റ്റസ് സീസർ. റോമിനെ മാർബിൾ നഗരമാക്കി മാറ്റിയ ചക്രവർത്തിയാണ് അഗസ്റ്റസ് സീസർ. യേശു ക്രിസ്തുവിൻ്റെ ജനന സമയത്തെ ഭരണാധികാരിയാണ് ഒക്ടോവിയസ്. ഒക്ടോവിയസ് എന്ന് പറഞ്ഞാൽ അഗസ്റ്റസ് സീസർ. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് അഗസ്റ്റസ് സീസറിനെ കുറിച്ചാണ്. റോമിലെ ആദ്യ ചക്രവർത്തിയാണ് ഒക്ടോവിയസ് അഗസ്റ്റസ് സീസർ. ഇദ്ദേഹം ജൂലിയസ് സീസറുടെ അനന്തരവനാണ്. BC 27 റോമൻ റിപ്പബ്ലിക്കിനെ അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുത്തത് ഒക്ടോവിയൻ ആണ്. ഒക്ടോവിയസ് സീസർ ഭരണകാലം എന്ന് പറയുന്നത് BC 27 മുതൽ AD 14 വരെയാണ്. ഇംപരേറ്റർ എന്നറിയപ്പെട്ട ഭരണാധികാരിയാണ് അഗസ്റ്റസ് സീസർ. റോമിലെ സുവർണ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് അഗസ്റ്റസ് സീസറുടെ ഭരണകാലഘട്ടമാണ്. രണ്ടാമത്തെ ത്രയാംഗ മന്ത്രിസഭയിലെ അംഗങ്ങൾ അഗസ്റ്റസ് സീസർ, ആന്റണി, ലെപ്പിഡസ് എന്നിവരാണ്. രാജകൊട്ടാരം നിർമ്മിച്ച റോമൻ ചക്രവർത്തി അഗസ്റ്റസ് സീസറാണ്. റോമിനെ മാർബിൾ രാജ്യമാക്കി മാറ്റിയതും അഗസ്റ്റസ് സീസറാണ്. മറ്റൊരു ചക്രവർത്തിയാണ് നീറോ. ക്രൂരനായ റോമൻ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് നീറോയാണ്. സ്വന്തം അമ്മ, ഗർഭിണിയായ ഭാര്യ, സെന്റ് പീറ്റേഴ്സ്, സെന്റ് പോൾ എന്നിവരെ വധിച്ചത് നീറോയാണ്. റോം കത്തുമ്പോൾ വീണ വാഴിച്ച ചക്രവർത്തി എന്നറിയപ്പെടുന്നത് നീറോയെയാണ്. ക്രിസ്തു മതത്തെ റോമിലെ ഔദ്യോഗിക മതമാക്കി മാറ്റിയ ഭരണാധികാരി തിയോഡോഷ്യസ് ഒന്നാമനാണ്. അപ്പോൾ റോമിലെ ക്രൂരനായ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് നീറോയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ, ഗർഭിണിയായ ഭാര്യ, സെന്റ് പീറ്റേഴ്സ്, സെന്റ് പോൾ എന്നിവരെ വധിച്ചു. റോം കത്തുമ്പോൾ വീണവായ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് നീറോയെയാണ്. ക്രിസ്തു മതത്തെ റോമിലെ ഔദ്യോഗിക മതമാക്കി മാറ്റിയ ഭരണാധികാരിയാണ് തിയോഡോഷ്യസ് ഒന്നാമൻ. ക്രിസ്തുവിനെ തൂക്കിലേറ്റിയ സമയത്തെ ചക്രവർത്തി ടൈബീരിയസ്. മെഡിറ്റേഷൻ എന്ന ഗ്രന്ഥം രചിച്ചത് മാർക്കസ് ഒറീലിയസ്. റോമിൽ കൊളോസിയം സ്ഥാപിച്ചത് വെസ്പേഷ്യൻ. ഇറ്റാലിയിൽ ജനിക്കാത്ത റോമൻ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ട്രോജനാണ്. സ്വന്തം കുതിരയെ കോൺസലാക്കി പ്രഖ്യാപിച്ച റോമൻ ചക്രവർത്തി കലിഗുല. അപ്പോൾ ക്രിസ്തുവിനെ തൂക്കിലേറ്റിയ സമയത്തെ ചക്രവർത്തി ആരാണ്? ടൈബീരിയസ് ആണ്. മെഡിറ്റേഷൻ എന്ന ഗ്രന്ഥം രചിച്ച ചക്രവർത്തി മാർക്കസ് ഒറീലിയസ് ആണ്. റോമിൽ കൊളോസിയം സ്ഥാപിച്ചത് വെസ്പേഷ്യൻ എന്ന ചക്രവർത്തിയാണ്. ഇറ്റലിയിൽ ജനിക്കാത്ത റോമൻ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ആരാണ്? ട്രോജനാണ്. സ്വന്തം കുതിരയെ കോൺസലായി പ്രഖ്യാപിച്ച റോമൻ ചക്രവർത്തി കലിഗുലയാണ്. റോമിലെ ആദ്യ ചക്രവർത്തിയായ അഗസ്റ്റസ് സീസർ സ്ഥാപിച്ച ഭരണമാണ് പ്രിൻസിപ്പേറ്റ്. കോൺസ്റ്റാന്റിനോപ്പിളിലെ പ്രസിദ്ധമായ
സെൻറ്റ് സോഫിയ ദേവാലയം നിർമ്മിച്ച ഭരണാധികാരിയാണ് ജസ്റ്റീനിയൻ. റോമിലെ പ്രസിദ്ധനായ പ്രാസംഗികനാണ് സിസവെ. റോമിൻ്റെ ശബ്ദം എന്നറിയപ്പെടുന്ന ചക്രവർത്തിയാണ് വെർജിൻ. അപ്പോൾ അഗസ്റ്റസ് സീസർ സ്ഥാപിച്ച ഭരണമാണ് പ്രിൻസിപ്പേറ്റ്. കോൺസ്റ്റന്റിനോപ്പിളിലെ പ്രസിദ്ധമായ സെൻറ്റ് സോഫിയ ദേവാലയം നിർമ്മിച്ച ഭരണാധികാരിയാണ് ജസ്റ്റീനിയൻ. റോമിലെ പ്രസിദ്ധനായ പ്രാസംഗികൻ എന്നറിയപ്പെടുന്നത് സിസവേയാണ്. റോമിൻ്റെ ശബ്ദം എന്നറിയപ്പെടുന്ന ചക്രവർത്തി വെർജിനാണ്. ഇതുവരെ പറഞ്ഞ കാര്യം എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. റോമൻ ചക്രവർത്തി സ്ഥാപിച്ച വാർത്താ ബോർഡാണ് ആൽബം എന്നറിയപ്പെടുന്നത്. ഇറ്റലിയുടെ സ്വാമിനി എന്നറിയപ്പെടുന്നത് റോമിനെയാണ്. റോമിലെ ആദ്യകാല അസംബ്ലി അറിയപ്പെടുന്നത് കൊമീഷ്യ കൂരിയാറ്റ എന്നാണ്. ഇത് സാധാരണ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സഭയായിരുന്നു. റോമൻ ജനത ഏർപ്പെട്ടിരുന്ന തൊഴിൽ കാലി വളർത്തൽ, ലോഹനിർമ്മാണം, നെയ്ത്ത്, മൺപാത്രം, ഗ്ലാസ് നിർമ്മാണം, കൃഷി എന്നിവയായിരുന്നു. അപ്പോൾ റോമൻ ചക്രവർത്തി സ്ഥാപിച്ച വാർത്താ ബോർഡ് എന്തെന്നറിയപ്പെടുന്നു? ആൽബം എന്നറിയപ്പെടുന്നു. ഇറ്റലിയുടെ സ്വാമിനി എന്നറിയപ്പെടുന്നത് റോമിനെയാണ്. റോമിലെ ആദ്യകാല അസംബ്ലി കൊമീഷ്യ കൂരിയാറ്റ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് സാധാരണ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സഭയായിരുന്നു. റോമൻ ജനത ഏർപ്പെട്ടിരുന്ന തൊഴിൽ കൃഷി, കാലി വളർത്തൽ, ലോഹനിർമ്മാണം, നെയ്ത്ത്, മൺപാത്രം, ഗ്ലാസ് നിർമ്മാണം എന്നിവയാണ്. ലോകത്തിലെ ആദ്യ ത്രയാംഗ ഭരണ സംവിധാനം നിലവിൽ വന്നത് റോമിലാണ്. BC 58 റോമാ സാമ്രാജ്യത്തിൻ്റെ ഹൃദയമെന്നറിയപ്പെടുന്നത് മെഡിറ്ററേനിയൻ സമുദ്രമാണ്. റിപ്പബ്ലിക്, ലിബർട്ടി എന്നിവ റോമാക്കാരുടെ സംഭാവനയാണ്. ഡോറിക് ശില്പകലയ്ക്ക് ഉദാഹരണമാണ് ഗ്രീസിലെ പാർഥെനോൺ ക്ഷേത്രം. അപ്പോൾ ഇതോടെ റോമ സാമ്രാജ്യത്തിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. 2 ക്ലാസ്സിലായിട്ടാണ് റോമ സാമ്രാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചത്. എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പരീക്ഷ അടുത്തെത്തി. എല്ലാവരും കൃത്യമായി തന്നെ പഠിച്ചു പോകണം. നോട്ടുകൾ എഴുതിയെടുക്കണം. വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് കാണുക. താങ്ക് യു. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.